അതായത് ബിജുഭായ്, ദുബായിയുടെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? അറിയില്ല കേട്ടോ. ഇത് പാർക്കും ഒരു കാടും കൂടിയിട്ടാ. അതെ, കാടാണ്, നാച്ചുറൽ ആയിട്ട് നാച്ചുറൽ ഫോറസ്റ്റ് ആണ്. അതിലൊരു ബ്രിഡ്ജും കണ്ടോ, ശ്രദ്ധിച്ച് കേൾക്കോ. നോക്കി എക്സസൈസ് അല്ലേ? ആ, ഇത് നല്ലൊരു എക്സസൈസ് കൂടിയിട്ടാ. ഹായ് പ്രിയപ്പെട്ടവരെ, ഗോപു പട്ടിക്കാടാണ്. ഞാനിപ്പോ നിൽക്കുന്നത് ദുബായിക്ക് അടുത്ത് മുഷ്രിഫ് എന്ന് പറയുന്ന ഒരു പാർക്കിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇത് കാട് വെച്ചു പിടിപ്പിച്ചിക്ക. 8 കിലോമീറ്റർ ഞങ്ങൾ കാട്ടിക്കൂടെ നടക്കാൻ പോകും. ആ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ. ഓക്കെ, ആദ്യമായി നമ്മൾ എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ഡീറ്റെയിൽ കൊടുക്കുകയും ഏതെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഇവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സ്വന്തമായിട്ട് സൈക്കിൾ ഇവിടെ കൊണ്ടുവരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. വാടകയ്ക്ക് ഇവിടെ സൈക്കിൾ കിട്ടുകയും ചെയ്യും. ബിജുഭായ് വേഗം തന്നെ വെള്ളമൊക്കെ പിടിച്ചത് സെറ്റായിട്ടാ. ബിജുഭായിയുടെ ബാഗിൽ പിന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു, എന്റെ ബാഗിലും ഉണ്ട്. ഒറ്റയ്ക്ക് സൈക്കിളിൽ വരുന്നവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് കാൽനടയായിട്ട് വരുന്നവരുണ്ട് കേട്ടോ. ദുബായിയുടെ ഹൃദയഭാഗത്ത് ഇങ്ങനൊരു സൗകര്യമുള്ളത് പലർക്കും അറിയില്ല കേട്ടോ. തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സർവീസാണ് ഇവിടെ. നമുക്ക് നടന്ന് എക്സസൈസ് ചെയ്യാനുമായിട്ട് കാട് തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. 8 കിലോമീറ്ററോളം നമുക്ക് അതിൽ കൂടെ നടക്കാനുള്ള പാതയുണ്ട്. പിന്നെ സൈക്കിളിൽ വരുന്നവർക്കാണെങ്കിൽ സൈക്കിളിൽ അത് പോകാനുള്ള സൗകര്യമുണ്ട്. എല്ലായിടത്തും നമ്മളെ തേളിനി പാമ്പിനെ സൂക്ഷിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ട് കേട്ടോ. ഇത് കാണുന്നുണ്ടല്ലോ, അതെന്തോ ഇത് വാക്ക് വേ, പാലം കെട്ടിയിരിക്കുന്നത് ആണോ? നടന്ന് അപ്പുറത്തേക്ക് കിടക്കാനായിട്ട് കേറില്ലേ? ഓക്കെ. നമ്മൾ നടക്കുമ്പോഴുള്ള ഒരു എക്സസൈസും കൂടി ആണെന്നുണ്ട് ഇത്. അതായത് ഇത് ഭയങ്കര ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അത്രയും ബാലൻസ് ചെയ്ത് കയറണം. അതൊരു എക്സസൈസ് തന്നെയാ. പിടിച്ചു കയറണം, വള്ളിമ പിടിച്ചു കയറിക്കോ. അമ്മ എന്നെ കൂടുതൽ ആകർഷിച്ചത് ഈ നാച്ചുറൽ അല്ലാത്ത ഈ കാട് തന്നെയാണ്. ദുബായ് പോലുള്ള ഒരു സിറ്റിയില് ഇങ്ങനെ ഒരു കാട് ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞില്ല. 1982 കേട്ടാ ഈ കാടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്റെയും ബിജുബായുടെയും ഇങ്ങനെ ഒരു യാത്രയില് ഇത്ര മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടില്ല യാത്ര തുടങ്ങിയത്. 9.6 കിലോമീറ്റർ നമുക്ക് ഈ വഴിക്ക് പോണം. ഇതുകൂടെ പോയി കഴിഞ്ഞാൽ കുറെ കറങ്ങണം, ചുറ്റി വരണം. 0.7 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക്, 0.7 കിലോമീറ്റർ ഈ വഴിക്ക്. അപ്പൊ ഇവിടേക്ക് നമുക്ക് പോവാം. ഓക്കെ. ചില സമയങ്ങളിലൊക്കെ നാട്ടിലൂടെയാണ് യാത്ര ചെയ്യണമെന്നുള്ള ഒരു ഫീല് നമുക്കുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു പാർക്കിൽ 8 കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടെന്ന്, ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യണമെന്ന് ബിജുഭായുമായിട്ട് സംസാരിക്കുമ്പോൾ പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ട് നമ്മുടെ കൂടെ വരികയാണ് ഉണ്ടായത്. അപ്പൊ അതിന്റെ ഒരു അത്ഭുതം കൂടി ആൾക്കുണ്ടായിരുന്നു. മരുഭൂമികളെല്ലാം എല്ലായിടത്തും കാണുന്നതാണ് ഈ തേളുകള്. അതുകൊണ്ട് എല്ലായിടത്തും അതിന്റെ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തേളുകളായാലും ചെറിയ പാമ്പുകളും. ഇവിടെ ഞായറാഴ്ച ഒഴിവു ദിവസമായിട്ട് പോലും എല്ലാ സ്ഥലങ്ങളും വിജനമായിട്ട് തന്നെ കിടന്നിരുന്നേ. അത് ജനങ്ങൾക്ക് അറിയാണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 1 മണിക്കൂറിന്റെ മുകളിലായിട്ടുണ്ട്. എന്നിരുന്നാലും ബിജുഭായി എന്നേക്കാളും മുന്നിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ റോഡ് എനിക്ക് കണ്ടപ്പോ ശരിക്ക് എന്റെ ചെറുപ്പത്തിലെ എന്റെ നാട്ടിലെ പൂഞ്ചാറ റോഡിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അന്നൊന്നും ടാറിട്ടിട്ടുണ്ടായിരുന്നില്ല, ഇതുപോലെയായിരുന്നു. ചില മരത്തിലൊക്കെ പൂക്കളൊക്കെ കണ്ടിട്ട് ബിജുഭായി എന്നോട് പറയുന്നുണ്ടായിരുന്നു, നാട്ടിൽ ഇതുപോലത്തെ പൂക്കളൊക്കെ ഉണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലായില്ല. നടക്കുന്നതിന്റെ ഇടയ്ക്ക് ബിജുഭായി സമയം നോക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ആയിട്ട് മുകളിലേക്ക് കയറാനുള്ള ഒരു സ്ഥലം കണ്ടത്. നടന്ന് മുകളിലേക്ക് കയറുമ്പോൾ വഴുതി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മരത്തിന്റെ പലകകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഗാങ്ങായിട്ട് സൈക്കിളിൽ വന്നാലും അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഇനി വരും മാസങ്ങളിൽ ഇവിടെ തിരക്ക് കൂടാനാണ് സാധ്യത. കാരണം ഇനി തണുപ്പാണ് വരുന്നത്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. അങ്ങനെ ഞങ്ങൾ നടന്നൊരു ഇത്തിരി ഉയർന്ന പ്രദേശത്തേക്ക് എത്തി. അപ്പോൾ ആ താഴത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. 5.5 കിലോമീറ്റർ സ്ക്വയറിൽ കിടക്കുന്ന സ്ഥലം വളരെ വിസ്തീർണമായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി. വളരെ വിജയകരമായിട്ട് ഞങ്ങൾ ആ 8 കിലോമീറ്റർ ഞങ്ങൾ നടന്ന് അവസാന പോയിന്റിലേക്ക് എത്തി കേട്ടോ. ബിജുഭായി എങ്ങനെ ഉണ്ടായിരുന്നു? തളർന്നാ? ആവശ്യമായി നടന്നിട്ട് 8 കിലോമീറ്റർ 8.5 കിലോമീറ്റർ നടന്നില്ലേ. ഈവനിങ്ങിൽ വിസിറ്റ് ചെയ്യാൻ നല്ലതാ. വെയിലൊക്കെ കുറഞ്ഞൊരു സമയമാണെങ്കിൽ സൗകര്യം പോലെ നടക്കാം, സൈക്കിൾ ചെയ്യാം, എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ 8 കിലോമീറ്റർ യാത്ര കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പറയുന്നത് 10 ദിറംസിന് എൻട്രി ഫീലുള്ള നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അപ്പൊ പിന്നെ അവിടെയും കൂടി പോകാന്ന് വിചാരിച്ചു ഞാനും ബിജുഭായി വളരെ നീന്തി ആസ്വദിച്ചു കേട്ടോ.
അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെ നീരാട്ടം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് അടിപൊളിയായിട്ട് ഗംഭീരമായിട്ടൊരു സാധനം കണ്ടത്. 1966 മോഡല് വിന്റേജ് വോക്സ് വാഗന്റെ എല്ലാ സെറ്റപ്പോട് കൂടിയിട്ട് ഫുൾ ഫാമിലി സെറ്റപ്പോട് കൂടിയിട്ട് വണ്ടി കിടക്കുന്നത്. അത് വളരെയധികം അതിശയത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ നോക്കി കണ്ടത്. ഇങ്ങനെ ചെറിയ വീഡിയോകൾ കണ്ടിട്ട് അടുത്ത് തന്നെ വരുന്നതാണ് കേട്ടാ. നന്ദി, നമസ്കാരം.